ദേവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 264 വാല്യം 6. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് അവർക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ. കഫർനാമിലെ വീട്ടിൽ എല്ലാ ശിഷ്യരോടും കൂടെ ഈശോ മേശയ്ക്കിരുന്നു. അതിൻ്റെ അർത്ഥം യൂദാസ് അവൻ്റെ ജോലി പൂർത്തിയാക്കിയ ശേഷം കൂട്ടുകാരോട് ചേർന്നു എന്നാണ്. അസ്തമയ സൂര്യന്റെ ചെങ്കിരണങ്ങൾ വാതിലിൽ കൂടെയും തുറന്നു കിടക്കുന്ന ജനാലകളിൽ കൂടിയും മുറിക്കുള്ളിൽ തട്ടുന്നു. കടും ചെമപ്പ് വയലറ്റായി മാറുന്നുണ്ട്. പിന്നീട് ചാരനിറം, ആദ്യം പ്രകാശം, പിന്നീട് കത്തിയ കടലാസ് ചുരുണ്ട് ഇരുണ്ട് നിറമാവുകയും അവസാനം നല്ല ചാരനിറമാവുകയും ചെയ്തതുപോലെയുള്ള വ്യത്യാസങ്ങളാണ് ആകാശത്തിൽ. നല്ല ചൂട്, മഴയില്ല താനും. പത്രോസ് പടിഞ്ഞാറ് വശത്തെ മേഘം ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നു, മഴയില്ല താനും. അത് കാർമേഘമല്ല, മൂടൽമഞ്ഞാണ്. ഞാനിന്ന് വള്ളത്തിലാണ് ഉറങ്ങാൻ കിടക്കുന്നത്. അപ്പോൾ ഒരു തണുപ്പുണ്ടാകും. ഇല്ല, ഇന്ന് നമ്മൾ ഒലിവ് തോട്ടത്തിലേക്ക് പോകുകയാണ്. നിങ്ങളോട് എനിക്ക് സംസാരിക്കണം. യൂദാസും വന്നിട്ടുണ്ടല്ലോ. നിങ്ങളോട് സംസാരിക്കാനുള്ള സമയമായി. ആ കുന്നിന് മുകളിൽ നല്ല തുറസായ ഒരു സ്ഥലം എനിക്കറിയാം. അവിടം വളരെ സൗകര്യപ്രദമാണ്. എഴുന്നേൽക്കൂ, നമുക്ക് പോകാം. വളരെ ദൂരെയാണോ? മേലങ്കിയും എടുത്തുകൊണ്ട് അവർ ചോദിക്കുന്നു. അല്ല, വളരെ അടുത്താണ്. അവസാനത്തെ വീട് കഴിഞ്ഞാൽ ഒരു കല്ലേറ് ദൂരമേയുള്ളൂ. നിങ്ങളുടെ മേലങ്കി ഇവിടെ വച്ചേക്കൂ. എന്നാൽ തീക്കല്ലും കൊള്ളിയും എടുത്തുകൊള്ളണം. തിരിച്ചു വരുമ്പോൾ വെളിച്ചം വേണമല്ലോ. മട്ടുപ്പാവിലെ തണുപ്പുള്ള വായു ശ്വസിച്ച് വിശ്രമിക്കുന്ന വീട്ടുടമസ്ഥനോടും ഭാര്യയോടും വിട ചോദിച്ചുകൊണ്ട് അവർ താഴേക്കിറങ്ങി. ഈശോ നിശ്ചയദാർഢ്യത്തോടെ തടാകത്തിന്റെ എതിരെയുള്ള ദിശയിലേക്ക് നടക്കുന്നു. ഗ്രാമം പിന്നിട്ട ശേഷം ഒരു 300 വാരയോളം നടന്ന് ഗ്രാമത്തിന്റെ പിന്നിലുള്ള മലയിലെ ഒലിവ് തോട്ടത്തിൽ പ്രവേശിക്കുകയാണ്. മുകളിൽ മല ഉന്തി നിൽക്കുന്ന ഒരു ഭാഗത്ത് അവർ ഒരുമിച്ച് കൂടി. തടസ്സങ്ങളൊന്നും ഇല്ലാത്തതിനാൽ അവിടെ നല്ല വായുപ്രവാഹമുണ്ട്. നമുക്കിരിക്കാം. എന്നെ ശ്രദ്ധയോടെ ശ്രവിക്കുക. സുവിശേഷ പ്രചരണത്തിനുള്ള സമയം വന്നിരിക്കുന്നു. എൻ്റെ രാജ്യത്തിനായി ഹൃദയങ്ങളെ ഒരുക്കുന്നതിന് ചിലവഴിക്കുന്ന എൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ പകുതി ഞാൻ പിന്നിട്ടു. എൻ്റെ അപ്പസ്തോലന്മാരായ നിങ്ങളും ഈ രാജ്യസ്ഥാപനത്തിനായുള്ള ഒരുക്കത്തിൽ പങ്കുചേരാനുള്ള സമയമായി. ഒരു രാജ്യം പിടിച്ചടക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഭൂമിയിലെ രാജാക്കന്മാർ അതാണ് ചെയ്യുക. ആദ്യം അവർ അന്വേഷണങ്ങൾ നടത്തി ജനങ്ങളുടെ പ്രതികരണം എന്തെന്ന് അറിയും. ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് അവരെ നേടിയെടുക്കും. പിന്നീട് പിടിച്ചെടുക്കാനുള്ള വിശ്വസ്തരായ ദൂതന്മാരെ പ്രവേശിപ്പിക്കും. ആ രാജ്യത്തിൻ്റെ ഭൂപ്രകൃതിയും ധാർമ്മിക നിലവാരവും ശരിക്ക് ഗ്രഹിക്കുന്നതിന് കൂടുതൽ ദൂതന്മാരെ അയക്കും. എല്ലാ വിവരങ്ങളും ലഭിച്ചു കഴിയുമ്പോൾ രാജാവ് ആ രാജ്യത്തിൻ്റെ അധിപനാണെന്ന് സ്വയം പ്രഖ്യാപിക്കും. കിരീടധാരണവും നടത്തും. എന്നാൽ ഇത് നടത്തുന്നതിന് മുമ്പ് ധാരാളം രക്തച്ചൊരിച്ചിൽ ഉണ്ടായിരിക്കും. കാരണം എല്ലാ വിജയങ്ങളും രക്തച്ചൊരിച്ചിലിലൂടെയാണ് നേടുക. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതിനും രക്തം ചൊരിയുന്നതിനും ഞങ്ങൾ തയ്യാറാണ്. അപ്പസ്തോലന്മാർ ഏകകണ്ഠമായി വാക്കു നൽകുന്നു. എൻ്റെ രാജ്യത്തിന് രക്തച്ചൊരിച്ചിൽ ഉണ്ടാകുകയില്ല. പരിശുദ്ധനായവൻ്റെയും വിശുദ്ധന്മാരുടെയും രക്തം മാത്രമേ ചിന്തപ്പെടുകയുള്ളൂ. അവിടെ വച്ച് ദേവാലയത്തിലെ ബലിയുടെ സമയത്ത് ആക്രമണം ആരംഭിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? എൻ്റെ സ്നേഹിതരെ, ശരിയായ മാർഗത്തിൽ നിന്നും നമുക്ക് വ്യതിചലിക്കാതിരിക്കാം. എന്തൊക്കെയാണ് ഭാവിയിൽ ചെയ്യേണ്ടതെന്ന് ആ സമയത്ത് നിങ്ങളെ ഞാൻ അറിയിക്കും. നിങ്ങൾ ഭയപ്പെട്ട് ഞെട്ടുകയും മറ്റും വേണ്ട. ഞാൻ ഉറപ്പ് നൽകുന്നു. എങ്കിലും എല്ലാം താറുമാറാകുന്ന ഒരു സന്ധ്യ ഉണ്ടാകും. ഭയം നിമിത്തം പതിവുള്ള പ്രാർത്ഥനകൾ തടയപ്പെടും. പാപികളുടെ ഭയം. എന്നാൽ ആ സമയം ഞാൻ സമാധാനത്തിലായിരിക്കും. പൂർണ്ണ സന്തോഷത്തോടെയുള്ള സമാധാനമായിരിക്കും. ഈശോ 12 അപ്പസ്തോലന്മാരെയും മാറി മാറി നോക്കുന്നു. ആ നോട്ടം ഒരേ പേജിൽ എഴുതിയിരിക്കുന്ന ഒരേ വാക്യം 12 പ്രാവശ്യം വായിക്കുന്നു. ഒന്നും മനസ്സിലായില്ല എന്നുള്ള വാക്യം. ഈശോ പുഞ്ചിരി തൂക്കിക്കൊണ്ട് തുടരുകയാണ്.
അപ്പോൾ നിങ്ങളെ അയക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. എനിക്ക് തന്നെ ചെയ്യാൻ കഴിയുന്നതിൽ കൂടുതൽ വ്യാപകമായും ആഴത്തിലും മുന്നേറാൻ നിങ്ങൾക്ക് കഴിയും. എന്നാൽ നിങ്ങളുടെയും എൻ്റെയും സുവിശേഷ പ്രചരണ വേലയിൽ വ്യത്യാസമുണ്ട്. കാരണം വളരെ വിഷമം പിടിച്ച സാഹചര്യങ്ങളിൽ ആത്മാവിനും ശരീരത്തിനും ഉപദ്രവം ചെയ്യാൻ പാടുണ്ട്. എൻ്റെ ജോലി ഞാൻ തന്നെ അപകടത്തിലാക്കാതിരിക്കുന്നതിന് വിവേകം മുൻനിർത്തിയാണ് അങ്ങനെ ചെയ്യുന്നത്. ആരെ സമീപിച്ചാലും നിങ്ങൾക്ക് ഉപദ്രവമേൽക്കാത്ത വിധത്തിൽ, നിങ്ങൾ ആർക്കും ഉപദ്രവം ചെയ്യാത്ത വിധത്തിൽ പൂർണ്ണരായിട്ടില്ല. ലോകത്തിൻ്റെ പ്രതികാരം ഭയപ്പെടാതെ ഒരു തത്വത്തിനു വേണ്ടി വീരോചിതമായി ലോകത്തെ ചെറുത്തു നിൽക്കാൻ നിങ്ങൾക്ക് ഒട്ടും തന്നെ കഴിയില്ല. അതുകൊണ്ട് എന്നെക്കുറിച്ച് പ്രസംഗിക്കാൻ പുറംജാതികളുടെയോ സമരിയാക്കാരുടെയോ പക്കലേക്ക് പോകരുത്. പിന്നെയോ ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ പക്കലേക്ക് പോകുവിൻ. അവരുടെ ഇടയിൽ തന്നെ ധാരാളം ചെയ്യുവാനുണ്ട്. കാരണം എൻ്റെ അടുത്ത് വരുന്ന വളരെയധികം എന്ന് നിങ്ങൾ കരുതുന്ന ജനങ്ങൾ മിശിഹായെ കാത്തിരിക്കുന്നു. ആകെയുള്ള ജനങ്ങളുടെ 100 ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. ആ ജനം അവരെ അറിയുന്നില്ല. അവൻ തങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടെന്നുള്ള വിവരവും അറിയുന്നില്ല. അവരെ എന്നെക്കുറിച്ചുള്ള അറിവിലേക്കും വിശ്വാസത്തിലേക്കും നയിക്കുക. നിങ്ങൾ ഇങ്ങനെയാണ് പ്രസംഗിച്ചു തുടങ്ങേണ്ടത്: സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. നിങ്ങളുടെ എല്ലാ പ്രസംഗങ്ങളെയും ഉറപ്പിക്കുന്ന അടിസ്ഥാന വാക്കുകൾ അവയായിരിക്കട്ടെ. രാജ്യത്തെക്കുറിച്ച് ഞാൻ പ്രസംഗിക്കുന്നത് നിങ്ങൾ എത്രയധികം കേട്ടിട്ടുണ്ട്. നിങ്ങൾ ആകെ ചെയ്യുവാനുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം ആവർത്തിച്ചു പറയുകയാണ്. എന്നാൽ മനുഷ്യൻ ആത്മീയ സത്യങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളവനായി തീരുകയും അവയിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യണമെങ്കിൽ വസ്തുപരമായി എന്തെങ്കിലും നേട്ടമുണ്ടാകണം. അമ്മയുടെ കയ്യിൽ നിന്ന് മിഠായി കിട്ടിയെങ്കിലേ പഠിക്കുകയുള്ളൂ. അഥവാ സ്കൂളിൽ അധ്യാപകനിൽ നിന്ന് സമ്മാനം ലഭിച്ചാൽ മാത്രമേ പഠനം ശരിയാകുകയുള്ളൂ. അഥവാ തൊഴിൽ അഭ്യസിക്കണമെങ്കിൽ അത് പഠിപ്പിക്കുന്ന ആളിൽ നിന്ന് എന്തെങ്കിലും പ്രതിസമ്മാനം കിട്ടണം എന്നെല്ലാം ആഗ്രഹിക്കുന്ന കുട്ടികളെ പോലെ ആദ്യ തലത്തിൽ മനുഷ്യൻ നിത്യം കുട്ടികളാണ്. നിങ്ങൾ പറയുന്നത് വിശ്വസിക്കുന്നതിനും തുടർന്ന് അവ അന്വേഷിക്കുന്നതിനും ഒരു മാർഗം എന്ന നിലയിൽ അത്ഭുതങ്ങൾ ചെയ്യുവാനുള്ള വരം നിങ്ങൾക്ക് ഞാൻ തരും. അപ്പസ്തോലന്മാരെല്ലാവരും ചാടി എഴുന്നേറ്റു. അൽഫയീസിന്റെ മകൻ ജെയിംസും ജോണും അനങ്ങിയില്ല. സന്തോഷം കൊണ്ട് ബഹളം വയ്ക്കുന്നു. ഓരോരുത്തരും അവരുടെ പ്രകൃതം പോലെ ഉത്സാഹവും ആവേശവും വിസ്മയവും സന്തോഷവും എല്ലാം ഉച്ചത്തിൽ പ്രകടിപ്പിക്കുകയാണ്. യൂദാസ് മാത്രം വലിയ ഗമയിൽ അവിടെയെല്ലാം തുള്ളി നടക്കുന്നുണ്ട്. അവന്റെ സ്വാർത്ഥ താല്പര്യവും വിഡ്ഢിത്തവും വെളിവാക്കിക്കൊണ്ട് അങ്ങനെ ഒരു പ്രസ്താവനയും ചെയ്യുന്നു: ജനസമൂഹങ്ങളിന്മേൽ ഏറ്റവും കുറഞ്ഞ അധികാരമെങ്കിലും ഞങ്ങൾക്ക് കിട്ടുന്നതിനായി ഇത് ഞങ്ങൾ പണ്ടേ ചെയ്യേണ്ടതായിരുന്നു. ഈശോ അവനെ നോക്കി, എന്നാൽ ഒന്നും പറഞ്ഞില്ല. പത്രോസും തീഷ്ണനും കൂടെ പറയുന്നു: വേണ്ട കർത്താവേ, ഇത്രയധികം ദാനത്തിന് ഞങ്ങൾ അർഹരല്ല. ഇത് വിശുദ്ധന്മാർക്കുള്ളതാണ്. അവർ യൂദാസിനോട് എതിർപ്പ് കാണിച്ചു. തീഷ്ണൻ ചോദിക്കുന്നു: ഗുരുവിനെ കുറ്റപ്പെടുത്താൻ മാത്രം സ്വാതന്ത്ര്യം നീ എന്തിനെടുക്കുന്നു? നീ പൊട്ടൻ, അഹങ്കാരി. പത്രോസ് കൂട്ടിച്ചേർക്കുന്നു: ഏറ്റവും കുറഞ്ഞ അധികാരം അത്ഭുതങ്ങൾ ചെയ്യുന്നതിൽ കൂടുതൽ എന്ത് ചെയ്യുവാനാ നീ ആഗ്രഹിക്കുന്നത്? നിനക്ക് ദൈവമാകുകയും കൂടെ വേണമോ? ലൂസിഫറിനുണ്ടായിരുന്ന ആ ചൊറിച്ചിൽ നിനക്കുമുണ്ടോ? മൗനമായിരിക്കൂ, ഈശോ കൽപ്പിക്കുന്നു. അനന്തരം തുടർന്നും സംസാരിക്കുകയാണ്: അത്ഭുതം ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ വേറൊരു കാര്യമുണ്ട്. ആളുകളെ കൂടുതൽ ആഴമായി സ്പർശിക്കുന്ന ഒരു കാര്യം: വിശുദ്ധമായ ജീവിതം. എങ്കിലും നിങ്ങൾ അതിൽ നിന്ന് വളരെ അകലെയാണ്. യൂദാസേ, നീ മറ്റുള്ളവരെക്കാൾ ഏറ്റവും അകലെയാണ്. എങ്കിലും ഞാൻ പറയട്ടെ, ഇന്നത്തെ പ്രബോധനം കുറെ നീളമുള്ളതാണ്. നിങ്ങൾ പോകൂ. രോഗികൾക്ക് സൗഖ്യം നൽകണം. കുഷ്ഠരോഗികളെ ശുദ്ധീകരിക്കണം. മരിച്ചവരുടെ ശരീരത്തെയും അരൂപിയെയും ഉയിർപ്പിക്കണം. ശരീരത്തിനും ആത്മാവിനും രോഗവും കുഷ്ഠവും മരണവും ഉണ്ടാകാൻ പാടില്ല. ഒരു അത്ഭുതം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ.
പ്രായശ്ചിത്തം, തീക്ഷ്ണമായ ആഗ്രഹം, അഗാധമായ എളിമ, സജീവമായ സ്നേഹം, കത്തിജ്വലിക്കുന്ന വിശ്വാസം, യാതൊരു ബുദ്ധിമുട്ടുകൾക്കും തകിടം മറിക്കാൻ കഴിയാത്ത ശക്തമായ പ്രത്യാശ, ഇവയെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതം വഴിയാണ് അത് സാധ്യമാകുന്നത്. ഇത്തരത്തിലുള്ള നന്മകളെല്ലാം ഉള്ളവർക്ക് യാതൊന്നും അസാധ്യമല്ല എന്ന് ഞാൻ ഗൗരവമായി പറയുന്നു. കർത്താവിൻ്റെ നാമം നിങ്ങൾ ഉച്ചരിക്കുമ്പോൾ പിശാചുക്കളും ഓടും. ഞാൻ പറഞ്ഞത് നിങ്ങളിൽ ഉണ്ടായിരിക്കണം. അതിനുള്ള ശക്തി, അധികാരം ഞാനും എൻ്റെ പിതാവും നിങ്ങൾക്ക് തരുന്നു. അത് പണം കൊടുത്തു വാങ്ങിക്കാവുന്ന ഒന്നല്ല. ഞങ്ങളുടെ ഇഷ്ടമാണ് അത് തരികയെന്നുള്ളത്. നീതിയുള്ള ഒരു ജീവിതമാണെങ്കിൽ അത് നഷ്ടപ്പെടാതിരിക്കുന്നവർക്കും നിങ്ങൾ സൗജന്യമായി അവ നൽകണം. ദൈവത്തിൻ്റെ ദാനത്തെ ഒട്ടും വിലമതിക്കാതെ നിങ്ങളുടെ പണസഞ്ചി വീർപ്പിക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദുരിതം. ഇത് നിങ്ങളുടെ ശക്തിയല്ല, ദൈവത്തിൻ്റെ ശക്തിയാണ്. അത് നിങ്ങൾ ഉപയോഗപ്രദമാക്കുക. ഇത് എൻ്റേതാണ് എന്നും പറഞ്ഞുകൊണ്ട് സ്വന്തമാക്കാൻ ശ്രമിക്കാതിരിക്കൂ. നിങ്ങൾക്ക് അത് തന്നതുപോലെ തന്നെ തിരിച്ചെടുക്കുവാനും പാടുണ്ട്. യോനായുടെ പുത്രൻ അല്പസമയം മുമ്പ് സൈമണിന്റെ മകൻ യൂദാസിനോട് ചോദിച്ചു, ലൂസിഫറിനുണ്ടായിരുന്ന ആ ചൊറിച്ചിൽ നിനക്കും ഉണ്ടോ? അവൻ അതിനെ നന്നായി നിർവചിച്ചു. ദൈവം ചെയ്തത് ഞാനും ചെയ്യുന്നു. കാരണം ഞാൻ ദൈവത്തെ പോലെയാണ് എന്ന് പറയുന്നത് ലൂസിഫറിനെ അനുകരിക്കലാണ്. അവന് ലഭിച്ച ശിക്ഷ എല്ലാവർക്കും നന്നായി അറിയാമല്ലോ. അതുപോലെ തന്നെ അറിയപ്പെടുന്നുണ്ട് ആദ്യത്തെ 2 ജനയിതാക്കളുടെ കാര്യവും. അവർ ഭൂമിയിലെ പറുദീസായിൽ വിലക്കപ്പെട്ട പഴം തിന്നു. അസൂയക്കാരന്റെ പ്രേരണ നിമിത്തമാണ് അവർ അങ്ങനെ ചെയ്തത്. അവരുടെ അഹങ്കാരമാകുന്ന ചൊറിച്ചിലും അതിന് കാരണമായി. സാത്താന് വേണ്ടിയിരുന്നത് ദൈവത്തോട് എതിർത്ത് ശിക്ഷിക്കപ്പെട്ട ദൂതന്മാരെ കൂടാതെ ദുർഭകരായ മനുഷ്യാത്മാക്കളെയും നരകത്തിലേക്ക് കൊണ്ടുപോകണമെന്നതായിരുന്നു. നിങ്ങളുടെ പ്രവൃത്തികളിൽ നിന്നും നിങ്ങൾക്ക് സ്വീകരിക്കാവുന്ന ഏക ഫലം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് മരണാനന്തരമുള്ള ജീവിതത്തിലാണ്. പണമൊന്നുമില്ലാതെ പോയിക്കൊള്ളുക. സ്വർണമോ വെള്ളിയോ മടിശീലയിൽ പണമോ എടുക്കരുത്. സഞ്ചിയിൽ 2 അതിലധികമോ വസ്ത്രം ഒരുക്കരുത്. ചെരുപ്പ് 1 കൂടെ എടുക്കരുത്. വടി, ആയുധങ്ങൾ ഇവയൊന്നും എടുക്കരുത്. കാരണം തൽക്കാലത്തേക്ക് നിങ്ങളുടെ അപ്പസ്തോല സന്ദർശനങ്ങൾ സമീപ സ്ഥലങ്ങളിലായിരിക്കും. എല്ലാ സാപത്തിലും നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിയും. അപ്പോൾ വിയർപ്പ് പറ്റിയ വസ്ത്രങ്ങൾ മാറി വൃത്തിയായിട്ടുള്ളവ ധരിക്കുവാൻ കഴിയും. വേറെ ഒന്നും കൊണ്ടുപോകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പറ്റും. വടി വേണ്ട, കാരണം വടിയില്ലാതെ നടക്കുന്നതാണ് കൂടുതൽ സുഖം. കുന്നുകളിൽ ഉപകാരമുള്ളത് സമതലത്തിലും തരിശു ഭൂമിയിലും വളരെ ഉയർന്ന പർവ്വതത്തിലും ഉപകാരപ്പെടുകയില്ല. ആയുധമൊന്നും ആവശ്യമില്ല. പരിശുദ്ധമായ ദാരിദ്ര്യം എന്തെന്നോ ദൈവികമായ മാപ്പ് നൽകൽ എന്തെന്നോ അറിയാത്തവരാണ് ആയുധങ്ങൾ പ്രയോഗിക്കുന്നത്. കള്ളന്മാരുടെ കയ്യിൽ നിന്നും കാത്തു സൂക്ഷിക്കേണ്ട ഒരു സമ്പാദ്യവും നിങ്ങൾക്കില്ല. നിങ്ങൾ ഭയപ്പെടേണ്ട ഏക കവർച്ചക്കാരൻ സാത്താനാണ്. അവനെ തോൽപ്പിക്കാൻ സ്ഥിരതയും പ്രാർത്ഥനയുമാണ് ആവശ്യം. വാളോ കടാരയോ ഒന്നുമല്ല. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് മാപ്പ് നൽകുക. ആരെങ്കിലും നിങ്ങളുടെ മേലങ്കി അപഹരിക്കുകയാണെങ്കിൽ അയാൾക്ക് നിങ്ങളുടെ ശാന്തമായ പെരുമാറ്റവും സമ്പാദ്യങ്ങളിൽ നിന്നുള്ള വിടുതിയും നിമിത്തം നിങ്ങൾ പൂർണ്ണ നഗ്നരാകുന്നെങ്കിൽ അതുകൊണ്ട് ദൈവത്തിന്റെ ദൂതന്മാർക്ക് ഒരു ഇടർച്ചയും ഉണ്ടാകുന്നതല്ല. ദൈവത്തിന്റെ അപരിമേയമായ ചാരിത്രത്തിനും ഭംഗം വരികയില്ല. കാരണം നിങ്ങളുടെ സ്നേഹം നഗ്നമായ ശരീരത്തിന് വസ്ത്രമായി തീരും. അത് സ്വർണ്ണ വസ്ത്രമായി തീരും. നിങ്ങളുടെ ശാന്തത മനോഹരമായ ഇടക്കെട്ടായി തീരും. കള്ളന് മാപ്പ് കൊടുത്തത് സ്വർഗീയമായ ഒരു മേലങ്കിയും കിരീടവും നേടിത്തരും. അപ്പോൾ നിങ്ങൾ രാജാവിനേക്കാൾ മോടിയിൽ വസ്ത്രധാരണം ചെയ്തിരിക്കുന്നവരാകും. നശിച്ചു പോകുന്ന വസ്തുക്കൾ കൊണ്ടുള്ള വസ്ത്രമല്ല, നശിക്കാത്ത സാധനങ്ങൾ കൊണ്ടുള്ള വസ്ത്രങ്ങളായിരിക്കും അവ. നിങ്ങളുടെ ഭക്ഷണത്തെക്കുറിച്ച് ഉത്കണ്ഠ അരുത്. നിങ്ങളുടെ ശരീരസ്ഥിതിക്കും പ്രേക്ഷിത പ്രവർത്തനത്തിനും യോജിച്ച ഭക്ഷണം നിങ്ങൾക്കുണ്ടായിരിക്കും.
കാരണം ജോലി ചെയ്യുന്നവന് മനുഷ്യൻ ഭക്ഷണം തരികയില്ലെങ്കിൽ ദൈവം തരും. ജീവിച്ചിരിക്കാനും പ്രസംഗിക്കാനും വയറു നിറയെ ഭക്ഷണം ആവശ്യമില്ലെന്ന് പണ്ടേ നിങ്ങൾക്ക് ഞാൻ തെളിയിച്ചു തന്നിട്ടുണ്ട്. ശുദ്ധിയില്ലാത്ത മൃഗങ്ങൾക്കാണ് അത് ആവശ്യം. കാരണം അവയുടെ ജീവിത ലക്ഷ്യം ശരീരം കൊഴുത്തതാകണം എന്നുള്ളതാണ്. അവ കൊല്ലുന്നതിനും മനുഷ്യർക്ക് തടി വയ്പ്പിക്കുന്നതിനുമാണ് ജീവിക്കുന്നത്. എന്നാൽ ജ്ഞാനമാകുന്ന ഭക്ഷണം കൊണ്ട് നിങ്ങളുടെ ആത്മാക്കളെയും മറ്റുള്ളവരുടെ ആത്മാക്കളെയും നിങ്ങൾ മെഴുത്തതാക്കണം. ജ്ഞാനം നൽകപ്പെടുന്നത് കുടി കൊണ്ട് മത്ത് പിടിച്ച മനസ്സിനല്ല, നേരെ മറിച്ച് സ്വഭാവാതീത ഭക്ഷണം കൊണ്ട് പോഷിപ്പിക്കപ്പെടുന്ന ഹൃദയങ്ങൾക്കാണ്. പർവ്വതത്തിലെ ധ്യാനം കഴിഞ്ഞ് നിങ്ങൾ പ്രസംഗിച്ചതുപോലെ അത്ര വാചാലതയോടെ നിങ്ങൾ ഒരിക്കലും പ്രസംഗിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ ജീവിക്കാൻ മാത്രം ഭക്ഷണമേ കഴിച്ചിരുന്നുള്ളൂ. എങ്കിലും ധ്യാനത്തിന്റെ അവസാനം മുമ്പെങ്ങും ഉണ്ടായിട്ടില്ലാത്ത വിധം ഇത്ര ശക്തരും സന്തോഷഭരിതരുമായിരുന്നു നിങ്ങൾ. ഇത് ശരിയല്ലേ? ഏതെങ്കിലും സ്ഥലത്തോ പട്ടണത്തിലോ പ്രവേശിക്കുമ്പോൾ നിങ്ങളെ സ്വീകരിക്കാൻ അർഹതയുള്ളവരാരാണ് എന്ന് അന്വേഷിക്കുക. സൈമണോ, യൂദായോ, ബർത്തലോമിയായോ, ജെയിംസോ, ജോണോ അങ്ങനെ ആരെങ്കിലും ആയതുകൊണ്ടല്ല, നിങ്ങൾ കർത്താവിൻ്റെ സന്ദേശവാഹകരായതുകൊണ്ട്. ഒരിക്കൽ നിങ്ങൾ സമൂഹത്തിൻ്റെ ഏറ്റവും താണ നിലയിലായിരുന്നുവെങ്കിലും കൊലപാതകികളോ കള്ളന്മാരോ ചുങ്കക്കാരോ ആയിരുന്നെങ്കിലും ഇപ്പോൾ അനുതപിച്ച് എൻ്റെ സേവനത്തിലായതുകൊണ്ട് നിങ്ങൾ ബഹുമാനം അർഹിക്കുന്നു. കാരണം നിങ്ങൾ എൻ്റെ ദൗത്യവാഹകരാണ്. ഞാൻ കുറച്ചുകൂടി പറയുന്നു, ബാഹ്യമായി നിങ്ങൾ എൻ്റെ ദൂതരാണെന്ന് കാണിക്കുകയും ആന്തരികമായി സാത്താൻ്റെ നികൃഷ്ടദാസന്മാരായിരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ദുരിതം. നിങ്ങളുടെ ചതിക്കുള്ള അർഹത നോക്കിയാൽ നരകം വളരെ ചെറിയ ശിക്ഷയായിരിക്കും. നേരെ മറിച്ച് പരസ്യമായി നിങ്ങൾ കർത്താവിൻ്റെ ദൂതന്മാരായിരിക്കുകയും ചെയ്താൽ ചുങ്കക്കാരോ കള്ളന്മാരോ കൊലപാതകികളോ മാന്ത്രികരോ ആണെന്ന് ആളുകൾ സംശയിക്കുകയും മിക്കവാറും തീർച്ചപ്പെടുത്തുകയും ചെയ്താലും നിങ്ങൾ ബഹുമാനത്തിനും ആദരവിനും അർഹരാണ്. കാരണം നിങ്ങൾ എൻ്റെ ദൗത്യവാഹകരാണ് എന്നത് തന്നെ. മനുഷ്യൻ വികലമായ മാർഗങ്ങൾക്കപ്പുറമുള്ള ആത്യന്തികമായ ലക്ഷ്യം കാണാൻ, അതായത് ദൈവത്തെയും ദൈവത്തിൻ്റെ വേലയെയും കാണാൻ ശ്രമിക്കേണ്ടതാണ്. വിശ്വാസത്തെ നശിപ്പിക്കുന്നുവെങ്കിൽ ഞാനും ഭാവിയിൽ എൻ്റെ പിൻഗാമികളും മോശമായ അവയവത്തെ ഛേദിച്ചു കളയും. കാരണം ഒരു പുരോഹിത സാത്താൻ നിമിത്തം വിശ്വാസികളുടെ ആത്മാക്കൾ നഷ്ടപ്പെടുന്നത് ശരിയല്ല. അപ്പസ്തോല ശരീരത്തിൽ ഒരവയവം ചീഞ്ഞഴുകാൻ തുടങ്ങിയാൽ അത് വച്ചു പുലർത്തുന്നത് ശരിയല്ല. കാരണം ചീഞ്ഞഴുകിയ അവയവം ആളുകളെ ദൂരെയാക്കും. അതിൻ്റെ ദുർഗന്ധം വിഷലിപ്തവുമായിരിക്കും. അപ്പോൾ ഏറ്റവും നല്ല ജീവിതം നയിക്കുന്ന ഒരു കുടുംബം ഏതെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. സ്ത്രീകൾ അടങ്ങി ഒതുങ്ങി ചാരിത്ര്യം പാലിച്ച് സന്മാർഗനിഷ്ഠയിൽ ജീവിക്കുന്ന കുടുംബമായിരിക്കണം ഇത്. നിങ്ങൾ ആ വീട്ടിൽ പ്രവേശിക്കുകയും ആ സ്ഥലം വിട്ടു പോകുന്നതുവരെ അവിടെ താമസിക്കുകയും വേണം. തേനീച്ചകളുടെ ഇടയിലുള്ള മടിയന്മാരെ നിങ്ങൾ അനുകരിക്കരുത്. അവ ഒരു പുഷ്പം നുകർന്ന ശേഷം കൂടുതൽ തേനുള്ള വേറൊന്നിലേക്ക് പറക്കുന്നു. വലിയ വീടും വിഭവസമൃദ്ധമായ മേശയും ഉള്ളിടത്താകട്ടെ, സുഹൃതം മാത്രം സമ്പാദ്യമായിട്ടുള്ള ദരിദ്ര ഭവനത്തിലാകട്ടെ, നിങ്ങൾ സ്വീകരിക്കപ്പെട്ടാൽ അവിടെ തന്നെ വസിക്കുക. അഴിഞ്ഞു പോകുന്ന ശരീരത്തിനു വേണ്ടി മേന്മയുള്ളതൊന്നും അന്വേഷിക്കേണ്ട. നേരെ മറിച്ച് അതിന് എപ്പോഴും മോശമായിട്ടുള്ളത് കൊടുത്താൽ മതി. മേന്മയ്ക്കുള്ള അവകാശമെല്ലാം അരൂപിക്കായി സൂക്ഷിക്കുവേൻ. സാധിക്കുമ്പോഴെല്ലാം ദരിദ്രരായവരുടെ ആതിഥ്യം നിങ്ങൾ സ്വീകരിക്കുക. അങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. അവർക്ക് തങ്ങളെ അവഗണിക്കുന്നു എന്നുള്ള മനപ്രയാസം ഉണ്ടാകാതിരിക്കാനും എൻ്റെ ഓർമ്മ നിലനിർത്താനും അങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. ഞാൻ ദരിദ്രനാണ്, എന്നും ദരിദ്രനായിരിക്കും. ദരിദ്രനായിരിക്കുന്നതിൽ ഞാൻ അഭിമാനിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. കാരണം ധനികരേക്കാൾ നല്ലവർ ദരിദ്രരാണ്. നീതിമാന്മാരായ ദരിദ്രരെ നിങ്ങൾക്ക് എപ്പോഴും കണ്ടെത്താൻ കഴിയും.
കുറ്റങ്ങളില്ലാതെ ജീവിക്കുന്ന സമ്പന്നന്മാർ വിരളമാണ്. സുഖസൗകര്യങ്ങൾക്കായുള്ള നിങ്ങളുടെ അതീവ താൽപര്യ നിമിത്തം ഞാൻ സമ്പന്നന്മാരുടെ ഇടയിൽ മാത്രമേ നന്മ കണ്ടിട്ടുള്ളൂ എന്ന് ഒരിക്കലും പറയാൻ നിങ്ങൾക്ക് നീതീകരണമില്ല. ഏതെങ്കിലും വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ഞാൻ അഭിവാദ്യം ചെയ്യുന്ന അതേ വാക്കുകൾ ഉപയോഗിച്ച് ഇവരെ അഭിവാദ്യം ചെയ്യുക. ഏറ്റവും കരുണാമസൃണമായ വാക്കുകൾ അവയാണ്: സമാധാനം നിങ്ങളോടുകൂടെ, അല്ലെങ്കിൽ ഈ ഭവനത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ, അഥവാ സമാധാനം ആ ഭവനത്തിലേക്ക് വരട്ടെ. ഇങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള സമാധാനാശംസ നൽകുക. വാസ്തവത്തിൽ ഈശോയുടെ സുവിശേഷത്തിൻ്റെ സന്ദേശവാഹകരെന്ന നിലയിൽ നിങ്ങൾ സമാധാനം കൊണ്ടു ചെല്ലണം. നിങ്ങൾ ഒരു വീട് സന്ദർശിക്കുന്നതിൻ്റെ ഉദ്ദേശ്യം അതിൽ സമാധാനം ഉണ്ടാകണം എന്നതാണ്. ആ വീട് അത് അർഹിക്കുന്നതാണെങ്കിൽ സമാധാനം അതിൽ വരികയും അതിൽ വസിക്കുകയും ചെയ്യും. അതിന് അർഹതയില്ലാത്ത വീട് ആണെങ്കിൽ ആ സമാധാനം നിങ്ങളിലേക്ക് തിരിച്ചു വരും. അതിനാൽ നിങ്ങൾ തന്നെ സമാധാനം ഉള്ളവരായിരിക്കുവാൻ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ ദൈവം നിങ്ങളുടെ പിതാവായിരിക്കുകയുള്ളൂ. ഒരു പിതാവ് എപ്പോഴും സഹായിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ സഹായത്താൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും എല്ലായിടത്തും നന്നായി ചെയ്യും. ചിലപ്പോൾ അല്ല, തീർച്ചയായിട്ടും ഒരു പട്ടണമോ ഭവനമോ നിങ്ങളെ സ്വീകരിക്കുകയില്ല. നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കുകയില്ല. നിങ്ങളെ ഓടിച്ചെന്ന് വരും. നിങ്ങളെ പരിഹസിക്കുകയും ആളുകളെ മിനക്കെടുത്തുന്ന പ്രവാചകന്മാർ എന്ന് പറഞ്ഞ് കല്ലെറിയുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ സമാധാനമുള്ളവരായിരിക്കണം, എളിമയും ശാന്തതയും ഉള്ളവരായിരിക്കണം. ഈ നന്മകളെല്ലാം സ്വഭാവത്തിൻ്റെ രീതികളാക്കി അങ്ങനെ ജീവിക്കുന്നവരായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ കോപിച്ചു പോകും. അങ്ങനെ പാപം ചെയ്യാൻ ഇടയാകും. നിങ്ങൾ മാനസാന്തരപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരുടെ അവിശ്വാസം വർദ്ധിക്കും. അവർക്ക് ഇടർച്ചയാകുകയും ചെയ്യും. നേരെ മറിച്ച് നിങ്ങളെ ഓടിക്കുന്ന നിന്ദ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൗനമായ ആ പ്രസംഗം മൂലം ആളുകളെ നിങ്ങൾ മാനസാന്തരപ്പെടുത്തും. യഥാർത്ഥ നന്മയാകുന്ന മനോഹരമായ പ്രസംഗം. ഇന്ന് ഉപദ്രവിക്കുന്ന ശത്രുക്കളെ ഒരു ദിവസം വഴിയിൽ വച്ച് നിങ്ങൾ കണ്ടുമുട്ടും. അപ്പോൾ അവർ പറയും, ഞങ്ങൾ നിങ്ങൾ എവിടെയാണെന്ന് അന്വേഷിക്കുകയായിരുന്നു. കാരണം നിങ്ങളുടെ പെരുമാറ്റ നിമിത്തം നിങ്ങൾ പറയുന്ന സത്യം ഞങ്ങൾക്ക് ബോധ്യമായി. ഞങ്ങളോട് ദയവായി ക്ഷമിച്ച് ഞങ്ങളെയും നിങ്ങളുടെ ശിഷ്യരാക്കണമേ എന്ന്. കാരണം നിങ്ങൾ എങ്ങനെയുള്ളവരാണെന്ന് അന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്നാൽ നിങ്ങൾ വിശുദ്ധരാണെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായി. നിങ്ങൾ വിശുദ്ധരാണെങ്കിൽ നിങ്ങൾ വിശുദ്ധരായ ഒരുവന്റെ ദൂതന്മാരായിരിക്കണം. അതിനാൽ ഇപ്പോൾ ഞങ്ങൾ അവനിൽ വിശ്വസിക്കുന്നു. എന്നാൽ നിങ്ങളെ സ്വീകരിക്കാതിരിക്കുന്ന പട്ടണത്തെയോ ഭവനത്തെയോ നിങ്ങൾ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ ചെരുപ്പിലെ പൊടി കുടഞ്ഞു കളയുക. അവരുടെ അഹങ്കാരവും കഠിനതയും നിങ്ങളുടെ കാൽവെള്ളയിൽ പോലും പറ്റാതിരിക്കട്ടെ. ഞാൻ ഗൗരവമായി പറയുന്നു, വിധി ദിവസത്തിൽ സോദോം ഗൊമോറ പട്ടണങ്ങൾക്ക് ഇവർക്ക് ലഭിക്കുന്നതിലും കുറവ് ശിക്ഷയായിരിക്കും ലഭിക്കുക. ഇപ്പോൾ ഞാൻ നിങ്ങളെ അയക്കുന്നത് ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ആടുകളെ വിടുന്ന പോലെയാണ്. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും അതേസമയം പ്രാവുകളെപ്പോലെ നിർദോഷികളും ആയിരിക്കുവിൻ. കാരണം ആടുകളെക്കാൾ അധികം ചെന്നായ്ക്കളുള്ള ലോകം എന്നോട് അങ്ങനെയാണ് വർത്തിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ ഞാൻ ക്രിസ്തുവാണ്. എൻ്റെ സ്വന്തം ശക്തി കൊണ്ട് എന്നെ തന്നെ സംരക്ഷിക്കാൻ എനിക്ക് കഴിയും. ലോകത്തിൻ്റെ താൽക്കാലിക വിജയത്തിനുള്ള സമയമാകുന്നതുവരെ ഞാൻ അത് ചെയ്യും. എന്നാൽ നിങ്ങൾക്ക് ശക്തിയില്ലാത്തതിനാൽ നിങ്ങൾക്ക് കൂടുതൽ വിവേകവും നിഷ്കളങ്കതയും ആവശ്യമാണ്. ചമ്മട്ടിയടി ഏൽക്കാതിരിക്കാനും തടവിലാക്കപ്പെടാതിരിക്കാനും നിങ്ങൾ കൂടുതൽ ബുദ്ധികൂർമ്മതയുള്ളവരായിരിക്കണം. എനിക്ക് വേണ്ടി രക്തം ചിന്താൻ ഒരുക്കമാണെന്ന് എല്ലാവരും പറഞ്ഞെങ്കിലും ഒരു കുത്തുവാക്കോ ക്രൂരമായ നോട്ടമോ പോലും സഹിക്കാനുള്ള ശക്തി ഇപ്പോൾ നിങ്ങൾക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഒരു സമയം വരും,
അന്ന് നിങ്ങൾ വലിയ വീരന്മാരെക്കാൾ ശ്രേഷ്ഠരായിരിക്കും. ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയാത്ത ആ ധീരതയെ ഭ്രാന്ത് എന്ന് അവർ വിളിക്കും. ഇല്ല, അത് ഭ്രാന്തായിരിക്കുകയില്ല. അത് സ്നേഹത്തിലൂടെ മനുഷ്യൻ ദൈവമനുഷ്യനായി താതാത്മ്യപ്പെടുന്നതായിരിക്കും. അങ്ങനെ ഞാൻ മുൻകൂട്ടി ചെയ്തത് നിങ്ങൾക്കും ചെയ്യുവാൻ കഴിയും. അസാധാരണമായ ആ ധീരതയെ മനസ്സിലാക്കണമെങ്കിൽ സ്വർഗീയ തലത്തിൽ അതിനെ വീക്ഷിക്കുകയും പഠിക്കുകയും വിധി കൽപ്പിക്കുകയും ചെയ്യണം. കാരണം അത് സ്വഭാവാതീതമാണ്, മാനുഷികമായ പരിമിതികൾക്കെല്ലാം അപ്പുറത്തുള്ളതാണ്. അരൂപിയുടെ രാജാക്കന്മാർ അങ്ങനെയുള്ള രാജാക്കന്മാർ ആയിരിക്കും. എൻ്റെ വീരന്മാർ, അവർ എന്നേക്കും രാജാക്കന്മാരും വീരന്മാരും ആയിരിക്കും. ആ നാളുകളിൽ അവർ നിങ്ങളുടെ മേൽ കൈവയ്ക്കുകയും നിങ്ങളെ ബന്ധിക്കുകയും ചെയ്യും. ന്യായാസനത്തിലേക്ക് നിങ്ങളെ വലിച്ചിഴയ്ക്കും. പടത്തലവന്മാരുടെ പക്കലേക്ക് കൊണ്ടുപോകും. വിധിക്കപ്പെടുന്നതിന് രാജാക്കന്മാരുടെ പക്കലേക്ക് കൊണ്ടുപോകും. ലോകത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ വലിയ പാപികളായി കണക്കാക്കപ്പെടും. ദൈവത്തിൻ്റെ ദാസരാണ് നിങ്ങൾ എന്നുള്ളതാണ് നിങ്ങളുടെ പാപം. നന്മയുടെ ശുശ്രൂഷകരും നന്മയുടെ ഗുരുക്കന്മാരുമാണ് നിങ്ങൾ. ഇതെല്ലാമായിരിക്കും നിങ്ങളിൽ ആരോപിക്കുന്ന കുറ്റങ്ങൾ. ഇക്കാരണത്താൽ തന്നെ നിങ്ങളെ ചമ്മട്ടിയടി ഏൽപ്പിക്കും, പലതരത്തിൽ ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്യും. എന്നാൽ നിങ്ങൾ എനിക്ക് സാക്ഷ്യം നൽകും. രാജാക്കന്മാരുടെയും സേനാനായകന്മാരുടെയും രാജ്യങ്ങളുടെയും മുമ്പിൽ സത്യദൈവത്തിൻ്റെ ഏകപുത്രനായ ക്രിസ്തുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നു എന്ന് നിങ്ങളുടെ രക്തം ചിന്തി നിങ്ങൾ സാക്ഷ്യം നൽകും. അവരുടെ പിടിയിൽ നിങ്ങൾ അകപ്പെട്ട് കഴിയുമ്പോൾ എന്തു മറുപടി പറയണമെന്നോ എന്തെല്ലാം സംസാരിക്കണമെന്നോ ഓർത്ത് ആകുലചിത്തരാകുകയും വേണ്ട. ഒരുത്തരെയും ഓർത്ത് ദുഃഖിക്കേണ്ട. സാത്താൻ നിമിത്തം വഴിതെറ്റിക്കപ്പെട്ട, സത്യം കാണാൻ കഴിയാത്ത അന്ധരായി തീർന്നിരിക്കുന്ന നിങ്ങളുടെ വിധികർത്താക്കളെയും നിങ്ങളിൽ കുറ്റാരോപണം നടത്തുന്നവരെയും ഓർത്ത് ദുഃഖിച്ചാൽ മതി. നിങ്ങൾ പറയേണ്ട വാക്കുകൾ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ അധരങ്ങളിൽ വച്ച് തരും. കാരണം ആളുകളെ നിങ്ങളുടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് സത്യം അംഗീകരിക്കാൻ ഇടയാക്കുന്നത് നിങ്ങളായിരിക്കുകയില്ല, പിന്നെയോ നിങ്ങളിലൂടെ സംസാരിക്കുന്ന പിതാവിൻ്റെ അരൂപിയായിരിക്കും. സഹോദരൻ സഹോദരനെ മരണത്തിനായി ഒറ്റിക്കൊടുക്കും. പിതാവ് മക്കളെയും മക്കൾ മാതാപിതാക്കളെ ദ്വേഷിച്ച് മരണത്തിന് ഏൽപ്പിക്കും, അവരെ കൊല്ലിക്കും. അപ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾക്ക് ഇടർച്ചയുണ്ടാകുകയും വേണ്ട. നിങ്ങൾ എന്നോട് പറയൂ, നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏതാണ് ഏറ്റവും കഠിനമായ കുറ്റം? ഒരു പിതാവിനെയോ പുത്രനെയോ സഹോദരനെയോ കൊല്ലുന്നതാണോ, അതോ ദൈവത്തെ തന്നെ വധിക്കുന്നതാണോ? ദൈവത്തെ കൊല്ലാൻ കഴിയുകയില്ല, കറിയോത്തുകാരൻ യൂദ പെട്ടെന്ന് പറഞ്ഞു. അത് ശരിയാണ്, ദൈവം അജയ്യനായ അരൂപിയാകുന്നു, ബർത്തലോമിയോ ഉറപ്പിച്ചു പറഞ്ഞു. മറ്റുള്ളവരാരും ഒന്നും പറയുന്നില്ലെങ്കിലും എല്ലാവർക്കും അതേ അഭിപ്രായം തന്നെയാണുള്ളത്. ഞാൻ ദൈവമാണ്, ഞാൻ മാംസവുമാണ്, ഈശോ ശാന്തമായി പറയുന്നു. ആരും നിന്നെ കൊല്ലാൻ വിചാരിക്കുന്നില്ല, കറിയോത്തുകാരൻ തിരിച്ചടിക്കുന്നു. ദയവായി എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ. തീർച്ചയായും ദൈവത്തെ വധിക്കുന്നതാണ് ഏറ്റവും വലിയ കുറ്റം. കൊള്ളാം, മനുഷ്യൻ ദൈവത്തെ വധിക്കും. ദൈവമനുഷ്യൻ്റെ മാംസത്തിൽ വധിക്കപ്പെടും. ദൈവമനുഷ്യൻ്റെ ഘാതകരുടെ ആത്മാക്കളിലും ദൈവം വധിക്കപ്പെടും. അങ്ങനെ ആ കുറ്റം പോലും ഒരു ഭയവും ശങ്കയും കൂടാതെ മനുഷ്യൻ ചെയ്യുന്നത് പോലെ മാതാപിതാക്കൾക്കും മക്കൾക്കും സഹോദരങ്ങൾക്കും എതിരായിട്ടുള്ള വലിയ അപരാധം ചെയ്യപ്പെടും. എൻ്റെ നാമനിമിത്തം നിങ്ങൾ സകല മനുഷ്യരാലും വെറുക്കപ്പെടും. എന്നാൽ അവസാനം വരെ ഉറച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഒരു പട്ടണത്തിൽ അവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊരു പട്ടണത്തിൽ അഭയം തേടുക. ഭീരുത്വം കൊണ്ടല്ല അവർ നിങ്ങളെ അങ്ങനെ ചെയ്യുന്നത്, പുതുതായി ജനിച്ച സഭയ്ക്ക് എതിർപ്പുകളെ നേരിടുന്നതിനു വേണ്ടിയാണ്. മുലകുടി മാറാത്ത ഒരു ശിശുവിനെ പോലെ ബലഹീനയായ സഭയ്ക്ക് മരണത്തെ ഭയപ്പെടാതെ ജീവിതത്തെയും മരണത്തെയും അഭിമുഖീകരിക്കുന്നതിന്
ശക്തി കിട്ടുന്നത് വരെ വളരണമല്ലോ. ജീവരക്ഷാർത്ഥം പലായനം ചെയ്യണമെന്ന് അരൂപി തോന്നിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ളവർ പലായനം ചെയ്യട്ടെ. ഞാൻ ഒരു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ പലായനം ചെയ്തല്ലോ. അതുപോലെ സത്യമായി എൻ്റെ ജീവിതത്തിലുണ്ടായ വ്യത്യസ്ത അനുഭവങ്ങളെല്ലാം എൻ്റെ സഭയിലും ആവർത്തിക്കും, ഒന്നൊഴിയാതെ എല്ലാം. എൻ്റെ ജനനത്തിൻ്റെ രഹസ്യം തുടങ്ങി ആദ്യകാലങ്ങളിലെ എളിയ സ്ഥിതി, ക്രൂരന്മാരായ ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ, കെണികൾ, ജീവിക്കേണ്ടതിനായി ഒളിച്ചോടൽ, ദാരിദ്ര്യം, വിശ്രമമില്ലാത്ത അധ്വാനം, ഇപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനേകം കാര്യങ്ങൾ, നിത്യമായ വിജയത്തിനു മുമ്പ് ഞാൻ സഹിക്കാനിരിക്കുന്ന ദുഃഖങ്ങൾ എന്നിങ്ങനെയെല്ലാം എൻ്റെ സഭയും അനുഭവിക്കും. അങ്ങനെ ചിലരെല്ലാം പലായനം ചെയ്യും. നേരെ മറിച്ച് അവിടെ തന്നെ നിൽക്കണമെന്ന് അരൂപി ആരെ പ്രചോദിപ്പിക്കുന്നുവോ അവർ നിൽക്കട്ടെ. കാരണം അവർ വധിക്കപ്പെട്ടാലും അവർ ജീവിക്കുന്നവരായിരിക്കും. സഭയ്ക്ക് അവരെ കൊണ്ട് ഉപകാരമുണ്ടാകും. ദൈവത്തിൻ്റെ അരൂപി ഉപദേശിക്കുന്നത് എല്ലായ്പ്പോഴും നന്മ തന്നെയായിരിക്കും. ഞാൻ ഗൗരവമായി പറയുന്നു, നിങ്ങളും നിങ്ങളുടെ പിൻഗാമികളും ഇസ്രായേലിലെ എല്ലാ വഴികളും എല്ലാ പട്ടണങ്ങളും സന്ദർശിച്ചു കഴിയുന്നതിന് മുമ്പേ മനുഷ്യപുത്രൻ വരും. കാരണം ഇസ്രായേലിൻ്റെ ഭയാനകമായ അപരാധ നിമിത്തം ചുഴലിക്കാറ്റിൽ പതിരെന്ന പോലെ അവർ ഭൂമുഖത്തൊട്ടാകെ ചിതറിക്കപ്പെടും. വീണ്ടും അവർ ഒരുമിച്ച് കൂടുന്നതിന് മുമ്പ് നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളും കഴിഞ്ഞു പോകും. അവസാനം ജബൂസിനായ അർനാവിന്റെ മെതിക്കളത്തിൽ അവർ ഒരുമിച്ച് കൂടും. ഒരുമിച്ച് കൂട്ടാൻ ഇസ്രായേൽ ശ്രമിക്കുമ്പോഴെല്ലാം ഓരോ ചുഴലി വീശി വീണ്ടും അവർ ചിതറിക്കപ്പെടും. കാരണം ഇസ്രായേൽ അത്രയധികം വിലപിക്കണം. ലോകത്തിന്റെ പാപങ്ങൾക്കു വേണ്ടി ബലിയാക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ രക്തം അവർ ഒഴുക്കിയതിനാൽ ആ ഓരോ തുള്ളി രക്തത്തിനും 1 നൂറ്റാണ്ട് വീതം അവർ കരയണം. എൻ്റെ സഭയിലും എൻ്റെ അപ്പസ്തോലന്മാരിലും ശിഷ്യരിലും കൂടെ എന്നെ പ്രഹരിക്കുന്ന അവർക്ക്, ഇസ്രായേലിന്, സഭ അവളുടെ മാതൃകരങ്ങൾ തുറന്നു കൊടുക്കേണ്ടതായി വരും. അവളുടെ മേലങ്കിയുടെ കീഴിൽ പിടക്കോഴി വഴിതെറ്റി ദൂരെ പോയ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ കൊണ്ടുവരുന്നത് പോലെ ഇസ്രായേൽ മുഴുവനും ക്രിസ്തുവിൻ്റെ സഭയുടെ മേലങ്കിക്കുള്ളിൽ വന്നു കഴിയുമ്പോൾ ഞാൻ വരും. പക്ഷേ ഇത് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ കാര്യങ്ങളെക്കുറിച്ച് ഇനിയും നമുക്ക് സംസാരിക്കാം. ശിഷ്യൻ ഗുരുവിനേക്കാളും അടിമ യജമാനനേക്കാളും മേന്മയുള്ളവനല്ലെന്ന് ഓർത്തുകൊള്ളണം. ശിഷ്യൻ ഗുരുവിനെ പോലെ തന്നെ ആയാൽ മതി. അത് തന്നെ അർഹിക്കാത്ത ബഹുമതിയാണ്. അതുപോലെ തന്നെ അടിമ യജമാനനെ പോലെ ആകുന്നതും. ഇത് നിങ്ങൾക്ക് നൽകുന്നത് തന്നെ സ്വഭാവാതീതമായ കൃപാവരത്തിൻ്റെ ധാരാളതയാണ്. അവർ ഗൃഹനാഥനെ ബേൽസബൂബ് എന്ന് വിളിച്ചെങ്കിൽ അയാളുടെ കുടുംബത്തിലുള്ളവരെ എന്തു തന്നെ വിളിക്കുകയില്ല. ഗൃഹനാഥൻ എതിർക്കുന്നില്ലെങ്കിൽ അയാളുടെ അടിമകൾ നീതിനിഷ്ഠയിൽ ജോലി തുടരുന്നു. വിധി വേറൊരു സമയത്തേക്ക് മാറ്റിവയ്ക്കുന്നു. അവരെ നന്മയിലേക്ക് നയിക്കുവാനുള്ള എല്ലാ പരിശ്രമങ്ങളും ചെയ്തിട്ടും അവർ തിന്മയിൽ നിന്ന് മാറാതെ ഉറച്ചു നിൽക്കുന്നു. ഈ സ്ഥിതിയിലും ഞങ്ങളുടെ യജമാനൻ ചെയ്യാത്തത് അടിമകൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല. എന്നാൽ യജമാനനെ അവർക്ക് അനുകരിക്കാം. പാപം ഇല്ലാത്തവൻ അങ്ങനെ ചെയ്യുമ്പോൾ പാപികളായ നിങ്ങൾ അതല്ലേ ചെയ്യേണ്ടത് എന്ന് അവർ ചിന്തിക്കും. അതിനാൽ നിങ്ങളെ പിശാചുക്കൾ എന്ന് വിളിക്കുന്നവരെ ഭയപ്പെടേണ്ട. ഒരു ദിവസം സത്യം വെളിപ്പെടും. നിങ്ങളാണോ അവരാണോ പിശാചുക്കളെന്ന് തെളിയും. വെളിപ്പെടാത്തതായി മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. അറിയപ്പെടാത്ത ഒരു രഹസ്യമില്ല. ഇപ്പോൾ നിങ്ങളോട് രഹസ്യമായി രാത്രിയിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാം അറിയപ്പെടേണ്ട സമയം വരുമ്പോൾ പട്ടാപ്പകൽ പുരമുകളിൽ നിന്ന് പ്രഖ്യാപിക്കും. വചനത്തിൻ്റെ എല്ലാ വാക്കുകളും അറിയാനുള്ള യോഗ്യത ലോകത്തിനില്ല. അതിനുള്ള യോഗ്യത ഇതേവരെ ആയിട്ടില്ല. യോഗ്യതയില്ലാത്തവർ ആരെല്ലാമാണ് എന്ന് പറയുവാനുള്ള സമയവുമായിട്ടില്ല. ഞാൻ ഈ പറയുന്നതെല്ലാം നിങ്ങളുടെ ചെവിയിലേക്ക് എന്നതിനേക്കാൾ നിങ്ങളുടെ ആത്മാക്കളിലേക്കാണെന്ന് ഓർക്കുക.
അന്ന് ലോകം രക്തത്തിൽ സ്നാനപ്പെട്ടിരിക്കും. അന്ന് സാത്താനെതിരെയുള്ള കൊടി ഉയർന്നിരിക്കും. അപ്പോൾ അതിന് ആഗ്രഹമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ ലോകത്തിന് കഴിയും. അന്ന് എൻ്റെ ചുംബനത്തേക്കാൾ സാത്താൻ്റെ കടിയേൽക്കാൻ ആഗ്രഹിക്കുന്നവരെ മാത്രമേ സാത്താന് ഉപദ്രവിക്കാൻ കഴിയൂ. എന്നാൽ ലോകത്തിൽ അധികം പേർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ പ്രബോധനങ്ങളെല്ലാം അറിഞ്ഞ് അവ അനുസരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ന്യൂനപക്ഷം മാത്രമേ അന്നുണ്ടായിരിക്കുകയുള്ളൂ. അത് സാരമില്ല. നീതിരഹിതമായ ജനക്കൂട്ടത്തിൽ നിന്ന് ഈ ന്യൂനപക്ഷത്തെ വേർതിരിക്കാൻ കഴിയാത്തതിനാൽ എൻ്റെ പ്രബോധനങ്ങളെല്ലാം പുരമുകളിൽ നിന്ന് പ്രസംഗിക്കുക. മലമുകളിലും കരകാണ കടലിലും ഭൂമിയുടെ ഉദരകോശങ്ങളിലും അത് പ്രസംഗിക്കുക. മനുഷ്യൻ അവ ശ്രദ്ധിക്കുകയില്ലെങ്കിലും പക്ഷികളും കാറ്റും മത്സ്യങ്ങളും തിരമാലകളും ദൈവികമായ ആ വാക്കുകൾ പിടിച്ചെടുക്കും. ഭൂമിയുടെ ഉദരകോശങ്ങൾ ആ വാക്കുകളുടെ പ്രതിധ്വനി സൂക്ഷിച്ചു വച്ച് ഭൂമിയുടെ അടിയിലുള്ള ജലപ്രവാഹങ്ങളോട്, ധാതുക്കളോട്, ലോഹങ്ങളോട് എല്ലാം ആവർത്തിക്കും. അവയെല്ലാം ആഹ്ലാദിക്കും. കാരണം അവയെ ദൈവം സൃഷ്ടിച്ചത് എൻ്റെ പാദങ്ങൾക്ക് പീഠമായിട്ടും എൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദമായിട്ടുമാണ്. ശരീരത്തെ കൊല്ലാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. നിന്റെ ആത്മാവിനെ വിധി ദിവസത്തിൽ ശരീരത്തോട് യോജിപ്പിച്ച് രണ്ടിനെയും നരകത്തിലെറിയാൻ കഴിവുള്ളവനെ നിങ്ങൾ ഭയപ്പെടുക. 1 രൂപയ്ക്ക് 2 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? എങ്കിലും നിങ്ങളുടെ പിതാവ് അനുവദിക്കുന്നില്ലെങ്കിൽ അവയിൽ ഒന്നുപോലും നിലത്ത് വീഴുകയില്ല. മനുഷ്യന്റെ കെണികൾ എത്രയധികമാകട്ടെ. അതിനാൽ നിങ്ങൾ പേടിക്കേണ്ട. പിതാവിന് നിങ്ങളെ അറിയാം. നിങ്ങളുടെ തലയിലെ ഓരോ തലമുടിയും അവനറിയാം. നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലപ്പെട്ടവരാണ്. ആരെങ്കിലും മനുഷ്യരുടെ മുമ്പിൽ എന്നെ അംഗീകരിച്ചാൽ സ്വർഗത്തിലിരിക്കുന്ന എൻ്റെ പിതാവിൻ്റെ പക്കൽ ഞാനും അവനെ അംഗീകരിക്കും. ആരെങ്കിലും മനുഷ്യരുടെ മുമ്പിൽ എന്നെ നിരാകരിച്ചാൽ എൻ്റെ പിതാവിൻ്റെ പക്കൽ ഞാൻ നിരാകരിക്കും. അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അനുഗമിക്കുകയും പ്രവൃത്തിയിൽ അനുകരിക്കുകയും ചെയ്യുക എന്നാണ് അർത്ഥം. നിരാകരിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ വഴി ഭീരുത്വം കൊണ്ടോ എന്നെ എതിർക്കുന്ന ഒരു ബന്ധുവിനോടുള്ള പ്രതിപത്തി കൊണ്ടോ ഉപേക്ഷിക്കുക എന്നാണ് അർത്ഥം. കാരണം അത് സംഭവിക്കും. ഞാൻ ഭൂമിക്ക് വേണ്ടി സമാധാനം കൊണ്ടുവരികയാണെന്ന് വിചാരിക്കേണ്ട. ഓരോ അതിക്രമങ്ങൾ ചെയ്തിട്ട് സമാധാന ഉടമ്പടി എന്ന പേരിൽ സ്വാർത്ഥത സംരക്ഷിക്കുന്ന നീതിക്ക് വളരെ മുകളിലാണ് എൻ്റെ സമാധാനം. സമാധാനമല്ല, വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ആളുകളെ ചെളിയിൽ ബന്ധിച്ചിട്ടിരിക്കുന്ന വള്ളികൾ അറുത്ത് സ്വഭാവാതീതമായ ഉന്നത തലങ്ങളിലേക്ക് അവരെ പറപ്പിക്കാൻ മൂർച്ചയുള്ള വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു മകനെ അവൻ്റെ പിതാവിനെതിരായും ഒരു മകളെ അവളുടെ അമ്മയ്ക്കെതിരായും മരുമകളെ അമ്മായിയമ്മയ്ക്കെതിരായും തിരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം ഭരണം നടത്തുന്നവൻ ഞാനാകുന്നു. പ്രജകളുടെ മേൽ എല്ലാ അവകാശവും എനിക്കുണ്ട്. മറ്റാരേക്കാൾ സ്നേഹത്തിന് അവകാശമുള്ളത് എനിക്കാകുന്നു. കാരണം സകല സ്നേഹവും എന്നിൽ കേന്ദ്രീകൃതമായിരിക്കുന്നു. അത് വലിയ മഹത്വമുള്ളവനായി. ഞാൻ അപ്പനും അമ്മയും ഭർത്താവും സഹോദരനും സ്നേഹിതനുമാണ്. അതുപോലെ ഞാൻ സ്നേഹിക്കുന്നു. അതുപോലെ ഞാൻ സ്നേഹിക്കപ്പെടേണ്ടതാണ്. എനിക്ക് വേണം എന്ന് ഞാൻ പറഞ്ഞാൽ യാതൊരു ബന്ധത്തിനും അത് തടയുവാൻ പറ്റുകയില്ല. ആ ആത്മാവ് എൻ്റേതായിരിക്കും. പിതാവിനോട് ചേർന്ന് ഞാൻ അതിനെ സൃഷ്ടിച്ചു. ഞാൻ തന്നെ അതിനെ രക്ഷിച്ചു. അതിനാൽ അതിനെ സ്വന്തമാക്കുവാൻ എനിക്ക് അവകാശമുണ്ട്. മനുഷ്യന്റെ യഥാർത്ഥ ശത്രുക്കൾ മനുഷ്യൻ തന്നെയാണ്. പിശാചുക്കളുമുണ്ട്. അവിടെ അവരെ കൂടാതെ പുതിയ മനുഷ്യന്റെ, അതായത് ക്രിസ്ത്യാനികളുടെ ശത്രുക്കൾ അവരുടെ വീട്ടിലുള്ള ബന്ധുക്കളായിരിക്കും. അവർ പരാതിപ്പെടും, ഭീഷണിപ്പെടുത്തും, കേണപേക്ഷിക്കും. എന്നാൽ ഇപ്പോൾ മുതൽ എന്നേക്കാൾ കൂടുതലായി
സ്വന്തം മാതാവിനെയോ പിതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. അനുദിനം തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. എൻ്റെ കുരിശ് നിർമ്മിച്ചിരിക്കുന്നത് പലവിധ ഘടകങ്ങൾ കൊണ്ടാണ്, വളരെ സങ്കീർണമായിട്ടാണ്. ആ ഘടകങ്ങൾ വിധേയത്വം, ഉപേക്ഷ, അനുസരണം, വീരോചിതമായ ധീരത, ദുഃഖം, രോഗം, വിലാപം, ദൈവഹിതം വെളിപ്പെടുത്തുന്ന എന്തും, പരീക്ഷണമായി വരുന്നതെന്തും എന്നിങ്ങനെയുള്ളവയാണ്. ഭൗമിക ജീവിതത്തെ ആധ്യാത്മിക ജീവിതത്തെക്കാൾ വിലമതിക്കുന്നവൻ യഥാർത്ഥ ജീവിതം നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി ഭൂമിയിലെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ നിത്യാനന്ദത്തിൻ്റെ ജീവൻ കണ്ടെത്തും. നിങ്ങളെ സ്വീകരിക്കുന്ന ഏവനും എന്നെയാണ് സ്വീകരിക്കുന്നത്. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെയാണ് സ്വീകരിക്കുക. ഒരു പ്രവാചകനെ പ്രവാചകനുള്ള കാരണത്താൽ സ്വീകരിക്കുന്ന ഏവനും പ്രവാചകനോട് കാണിച്ച സ്നേഹത്തിന് അനുസൃതമായ പ്രതിഫലം ലഭിക്കും. നീതിമാനായ ഒരു മനുഷ്യന് അയാൾ നീതിമാനാണെന്നുള്ള കാരണത്താൽ സ്വീകരിക്കുന്ന ഒരുവന് നീതിമാന് യോജിച്ച പ്രതിഫലം ലഭിക്കും. അതിൻ്റെ കാരണം ഇതാണ്: പ്രവാചകനെ പ്രവാചകനാണെന്നുള്ള കാരണത്താൽ സ്വീകരിക്കുന്നവൻ ഒരു പ്രവാചകൻ തന്നെയായിരിക്കും, അതായത് വളരെ പരിശുദ്ധിയുള്ളവൻ, കാരണം അവൻ ദൈവാരൂപിയുടെ കരങ്ങളിലിരിക്കുന്നു. നീതിമാൻ നീതിമാൻ എന്നുള്ള കാരണത്താൽ സ്വീകരിക്കപ്പെടുന്നതെങ്കിൽ അയാൾ തന്നെയും നീതിമാനാണെന്ന് തെളിയിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഒരുപോലുള്ളവർ പരസ്പരം മനസ്സിലാക്കുന്നു. അങ്ങനെ ഓരോരുത്തരും നീതിയായുള്ള പ്രതിസമ്മാനം ലഭിക്കും. ആരെങ്കിലും എൻ്റെ ദാസന്മാരിൽ ഒരുവന് ഒരു ഗ്ലാസ് ശുദ്ധജലം കുടിക്കുവാൻ നൽകുന്നവന് പ്രതിസമ്മാനം ലഭിക്കാതെ പോകുകയില്ല. എൻ്റെ ദാസർ വളരെ എളിയവരായിരിക്കാം, എന്നാൽ ഈശോയുടെ ദാസരായ അവർ അവരുടെ പരിശുദ്ധമായ ജീവിതം കൊണ്ട് എന്നെ പ്രസംഗിക്കുന്നവരാകാം. രാജാക്കന്മാരോ ഭിക്ഷുക്കളോ ആകാം, ജ്ഞാനികളോ അറിവില്ലാത്തവരോ ആകാം, വൃദ്ധരോ ശിശുക്കളോ ആകാം. കാരണം എല്ലാ പ്രായക്കാർക്കും എല്ലാ വിഭാഗത്തിലുള്ളവർക്കും എൻ്റെ ശിഷ്യരിൽ ഒരുവനെ, അയാൾ എൻ്റെ ശിഷ്യനായതുകൊണ്ട് എൻ്റെ പേരിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതെ വരികയില്ല എന്ന് ഗൗരവമായി പറയുന്നു. എൻ്റെ നിർദ്ദേശങ്ങൾ കഴിഞ്ഞു. ഇനിയും പ്രാർത്ഥിച്ച ശേഷം നമുക്ക് വീട്ടിലേക്ക് പോകാം. പുലർച്ചെയാകുമ്പോൾ ഇപ്പറയുന്നത് പോലെ നിങ്ങൾ പോകണം. യോനായുടെ പുത്രൻ സൈമൺ ജോണിൻ്റെ കൂടെ, തീഷ്ണനായ സൈമൺ കറിയോത്തുകാരൻ യൂദായും ഒന്നിച്ച്, ആൻഡ്രൂ മാത്യുവിൻ്റെ കൂടെ, അൽഫേയുസിൻ്റെ മകൻ ജെയിംസ് തോമസിൻ്റെ കൂടെ, ഫിലിപ്പ് സെബദീപുത്രൻ ജെയിംസിൻ്റെ കൂടെ, എൻ്റെ സഹോദരൻ യൂദാസ് ബർത്തലോമിയായും ഒരുമിച്ച്. ഇത് ഈ ആഴ്ചത്തേക്കുള്ളതാണ്. കുറച്ചു കഴിയുമ്പോൾ പല പുതിയ ഉപദേശങ്ങളും നിങ്ങൾക്ക് തരാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഉയർന്ന സ്വരത്തിൽ എല്ലാവരും കൂടെ പ്രാർത്ഥിക്കുന്നു.